ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ₹1 പോലും ചിലവില്ലാതെ എങ്ങനെ ഫ്രെയിം മേക്ക് ചെയ്യാം, ഫ്രെയിം ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന ഫ്രെയിമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് നമ്മൾ ഈ ചെയ്യണ ഫ്രെയിം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി, വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റാറ്റസൊക്കെ ആയി വെക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ഫോട്ടോ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പിക്സാർട്ട് എന്നുള്ള ഈ ആപ്ലിക്കേഷനാണ്. ആദ്യം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇതിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലെ മുകളിൽ സെർച്ച് ബാറിൽ പോയിക്കാണ്ട് സ്പ്ലാഷ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റിലുള്ള ഈ ഒരു ലോഗാണ്. ഈ ഫസ്റ്റിലുള്ള ഒരു എഫക്റ്റാണ്. ഇതിൽ ചൂസ് മൈ ഫോട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂസ് മൈ ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോൺ തന്നെ ഫസ്റ്റിൽ നമുക്ക് നോൺ തന്നെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാലോ വലുതാക്കാം, ചെറുതാക്കാം, അതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അത് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇത് വരുന്നുണ്ട്, കളർ മാറ്റാൻ, അതുപോലെ സ്റ്റെൻസിൽ പല കളറിൽ പല എഫക്റ്റിലൊക്കെ വേണ്ട. ഞാൻ ഇതിൽ നോൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്ന ദെൻ ഇതിൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ. ലൈറ്റ്, അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ലൈറ്റ് വരും. പിന്നെ അതുപോലെ പല ഇതുണ്ട്, പല എഫക്റ്റുകളും ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഞാനിത് എറേസ് ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഇതുണ്ട്. നമുക്ക് നോക്കിയിട്ട് നമുക്കിതിൽ ഏതാണോ ഏറ്റവും നല്ലതെന്ന് യോജിച്ചത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ ഒരുപാട് നല്ല നല്ല പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ നമ്മുടെ എഡിറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്കൊന്ന് എറേസ് ചെയ്തിട്ട് നമുക്ക് ഏതാ ആവശ്യമുള്ളത് വെച്ചാൽ നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇലയായിരുന്നു ആദ്യം സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ആ ഫോട്ടോത്തിലേറെ കൂടുതൽ വലുപ്പം കൂടുതലുണ്ട് ഇലകൾക്കെന്ന്. അപ്പോൾ ഞാനത് റേസ് ചെയ്ത് കണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഇലകളുള്ളതുണ്ട്, അതാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ അവിടെ ഓരോന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് എന്നുള്ളത് അടിക്കുമ്പോൾ ഒരു ലെൻസ് പോലെ ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് പോലെ നമുക്ക് അവിടെ എവിടെയാണോ വേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫോട്ടോയുടെ ബാക്കിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണത്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ദെൻ അതിൽ ക്രോപ്പ് എന്നുണ്ടാവും കേട്ടോ. നമ്മൾ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് ക്രോപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത ആ ഭാഗം ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോപ്പൊക്കെ ചെയ്ത് ദെൻ നെക്സ്റ്റ് അടിക്കും. ദെൻ ഇത് വരും. പിന്നെ നമ്മൾ സേവ് ചെയ്തിട്ട് സേവ് പിക്ചർ ഓൺ യുവർ ഡിവൈസ് എന്നുണ്ടാവും. അത് സേവ് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് പിൻട്രസ്റ്റ് എന്നുള്ള ഈ ആപ്പാണ്. ആദ്യം പിൻട്രസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം.
അതിൽ ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രെയിംസാണ്. അപ്പോൾ ഞാൻ ഫ്രെയിം നിന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രെയിമുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഫ്രെയിമാണോ ആവശ്യമുള്ളത് വെച്ചാൽ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവും. നമ്മുടെ സൈസിനനുസരിച്ചുള്ള ഫ്രെയിം എടുക്കണം കേട്ടോ. നമ്മൾ ഏത് സൈസിലാണോ A4 ആണെങ്കിൽ A4, A5 ആണെങ്കിൽ A5 അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്രെയിമിൻ്റെ നോക്കിയിട്ട് വേണം ഫ്രെയിം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഫ്രെയിം എടുത്ത് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് 3 ബട്ടൺ ഉണ്ട്. അത് നിൽക്കിയാൽ ഡൗൺലോഡ് ഇമേജ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ഡൗൺലോഡായി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്നുള്ളത് ഈ ഫ്രെയിം നമ്മുടെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ ക്യാൻവ എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കി ദെൻ അതിൽ നമ്മൾ സെർച്ച് ചെയ്യണം. A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ താഴെ ആയിട്ട് ഡിസൈൻ, എലമെൻറ്റ്സ്, ക്യാമറ റോള്, അപ്ലോഡ്, ടെക്സ്റ്റ് എന്നൊക്കെ കാണിക്കും. അതിൽ നമുക്ക് ക്യാമറ റോൾ എടുത്തിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുക, പേജ് ഇത് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേജിലേക്ക് അത് ആഡ് ആവും. പിന്നെ സൈസും അതുപോലെ ഒക്കെ അനുസരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് എത്ര സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുക ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മളവിടെ കുറച്ച് ബോൾഡായിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ എന്ന് കൊടുക്കുന്നു. ഇനി ഫോണ്ട് സൈസ് അതുപോലെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ്ടിൻ്റെ സൈസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സ്റ്റൈല് ഞാനൊരു ബോൾഡായിട്ടാണ് കൊടുക്കുന്നത്, കുറച്ചും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ബോൾഡിൽ നെറ്റ് ചെറുതായിട്ട് സ്ലോ ആണ്, അതാണ് ഡൗൺലോഡ് ചെയ്യാൻ എത്ര പണി. ഓക്കെ, ബോൾഡിൽ ബേക്കറി ബോൾഡ് എന്നുള്ളതുണ്ട്, അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ദെൻ കുറച്ചും കൂടി ഇതിൻ്റെ സൈസൊന്നും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ അടിയിലായിട്ട് നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ഒന്നും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ പർപ്പിൾ കളറിൽ പ്ലസ് ബട്ടണിൽ ആഡ് ചെയ്യുക ടെക്സ്റ്റ് എന്ന് കൊടുത്ത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഞാനൊരു മെസ്സേജായിട്ട് കൊടുക്കുക വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിലേക്ക് മെസ്സേജ് എൻ്റർ ചെയ്തിട്ടാ. അപ്പോൾ അതങ്ങനെ മെസ്സേജ് എൻ്റർ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ക്രോപ്പ് ചെയ്യുക. അതേപോലെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക, ഫോൺ സ്റ്റൈലൊക്കെ മാറ്റി കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പിക്ചർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഞാൻ സൈസൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിക്ചറിൻ്റെ സൈസൊന്ന് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്രയുള്ളൂ, നമ്മുടെ എഡിറ്റിംഗ് ഭാഗം തീർന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്ത് എല്ലാം സേവ് ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലുള്ള റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റിലെ ബട്ടൺ നിൽക്കുക,
ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ ഫോൺ ഗാലറിയിലേക്ക് അത് ഡൗൺലോഡ് ആവുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഗാലറിയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടോ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗാലറി പോയി നോക്കുമ്പോൾ ഇതാ നമ്മൾ ചെയ്ത് വെച്ച ഫോട്ടോ ഗാലറിയിൽ ഡൗൺലോഡ് ആയിട്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലീഫിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, സ്നാപ്സീഡ്. അത് ഓപ്പൺ ചെയ്ത് അതിൽ പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫ്രെയിം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ദെൻ അതിൽ ഡബിൾ എക്സ്പ്ലോസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൽ ഫസ്റ്റിലുള്ള ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ഇമേജാണോ കൊടുക്കണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്നിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കറക്റ്റ് പൊസിഷനിൽ അതായ്മ വെച്ചെടുക്കണം. ദെൻ ഇതിൽ ഈ ഫസ്റ്റിലുള്ള മയത്തുള്ളി പോലുള്ള ഉണ്ടല്ലോ അത് ഫുള്ളാക്കി കൊടുക്കുക. ദെൻ മുകളിലുണ്ടാവും അതിൽ വ്യൂ എഡിറ്റ്സ് എന്ന് കൊടുത്തിട്ട് ഡബിൾ എക്സ്പ്ലോസറിൽ പെൻസിലിൻ്റെ ടൂളുള്ളത് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇതിൽ ഫസ്റ്റിലുള്ള ആ സാധനം ക്ലിക്ക് ചെയ്താൽ മെല്ലെ നമ്മൾ എറേസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത് മാത്രം അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ എറേസ് ചെയ്ത് അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ അത്യാവശ്യം ഒരു ചെറിയ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ ഫ്രെയിം കണ്ടിരുന്ന ഒരു ഫ്ലവറിൻ്റെ അതൊക്കെ ആയിട്ടുള്ള ചെറിയ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ ഡിസൈൻ നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മളിപ്പോൾ ചെയ്യണ ഫ്രെയിമിലേക്ക് ഒന്ന് ആഡ് ചെയ്യാതിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്ലവർ ചെറുതായിട്ടൊന്ന് എറേസ് ചെയ്തിട്ട് ഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മായ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാ മുകളിൽ കുറച്ച് ഫ്ലവർ കാണും, അതുപോലെ സൈഡിലും കുറച്ച് ഫ്ലവർ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ അടിച്ച് അപ്പോൾ നമ്മുടെ ബാക്ക് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇതാ നമ്മുടെ ഫോട്ടോ സേവായില്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പോർട്ട് നിൽക്കുക. ദെൻ നമുക്ക് സ്റ്റൈലേഴ്സ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടണമെങ്കിൽ കളർ കൂട്ടാം, ഒക്കെ ചെയ്യാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഇത് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗാലറിയിൽ പോയി നോക്കാം നമ്മൾ ചെയ്ത വർക്ക് സേവ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ചെയ്ത വർക്ക് സേവ് ആയിട്ടുണ്ട്. അടിപൊളിയായില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടി ടൈം എടുത്ത് നമ്മൾ എഡ്ജസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിലേറെ കുറച്ചും കൂടി വൃത്തിയിൽ തോന്നിക്കോട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പല വിധത്തിലുള്ള ഫ്രെയിമും അതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിം ഏതാണെന്ന് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തിലും ഫ്രെയിം മേക്ക് ചെയ്യാൻ പറ്റും. അധികം ചിലവുമില്ല, നമുക്ക് ജസ്റ്റ് ഫ്രെയിം ആയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.